കെ.എസ്.ആർ.ടി.സിയിലെ ബ്രീത്തലൈസർ പരിശോധന എന്നും വിവാദമായിട്ടുണ്ട്. നമ്മൾ നേരത്തെ തന്നെ സംസാരിച്ചിരുന്നു. ഈ BAC ടെസ്റ്റ് അത് സംബന്ധിച്ചുള്ള 2 നിർദ്ദേശങ്ങൾ ഒരേ ഓഫീസർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ഇറക്കുകയുണ്ടായി. അപ്പോൾ ഈ ഈ ഉത്തരവുകളുടെ പരിണിതഫലമായിട്ട് നിരവധിയായിട്ടുള്ള ജീവനക്കാർ സമൂഹ മധ്യത്തിൽ അപമാനിതരാകുകയും കുടുംബാംഗങ്ങളും അവരോടൊപ്പം തന്നെ കുടുംബാംഗങ്ങളും ഈ സമൂഹ മധ്യത്തിൽ അതിന്റെ പ്രശ്നങ്ങൾ അനുഭവിക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. KSRTC വാങ്ങിയിട്ടുള്ള ഗുണനിലവാരമില്ലാത്ത ബ്രീത്ത് അനലൈസറുകൾ കൂടിയ വിലയ്ക്ക് വാങ്ങി വെച്ചിട്ട് മാധ്യമങ്ങളിലൂടെ ജീവനക്കാരെ മുഴുവൻ മദ്യപാനികളാക്കുന്ന തള്ളുകൾ നടത്തുക മാത്രമാണ് ഇവിടുത്തെ മേലധികാരികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസം നടന്ന വിവാദപരമായ ഒരു കാര്യം, പാലോട് ഡിപ്പോയിലെ ഡ്രൈവർ ശ്രീ ജയപ്രകാശ്, അദ്ദേഹം രാവിലെ ഡ്യൂട്ടിക്ക് വരുന്നു. അദ്ദേഹത്തെ ഈ ഡ്യൂട്ടി സമയത്ത് ഈ BAC ടെസ്റ്റിന് വിധേയനാക്കുന്നു. ആ സമയത്ത് 14% മറ്റോ കാണിക്കുക. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഞാൻ ജീവിതത്തിൽ മദ്യപിച്ചിട്ടില്ലാത്ത ആളാണ് എന്ന് പറയുക. പക്ഷേ ഈ രണ്ടാമത് ഒരിക്കൽ കൂടി ഈ ബ്രീത്തലൈസർ പരിശോധന നടത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവിടെ സ്റ്റേഷൻ മാസ്റ്റർ ആയിട്ടിരിക്കുന്ന വ്യക്തി അതിന് സമ്മതിക്കുന്നില്ല. ഇപ്പം ഈ മരുന്ന് കഴിക്കുമ്പോൾ കഴിച്ച ശേഷം ഡ്യൂട്ടിക്ക് വരുന്ന ജീവനക്കാരെ പരിശോധനയ്ക്ക് വിധേയമാക്കുമ്പോൾ പാലിക്കേണ്ട നിർദ്ദേശങ്ങൾ സംബന്ധിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിരുന്നു. അതേ ഉത്തരവ് തന്നെ, അത് 20 മിനിറ്റിന് ശേഷം വീണ്ടും പരിശോധിക്കണം. അതേ ഉത്തരവ് തന്നെ ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസിന്റെ സ്ഥാനത്തിരിക്കുന്ന ഒരാൾ അയാൾ തന്നെ ആ ഉത്തരവ് വീണ്ടും ഇറക്കി അത് ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പൊ അത് ക്യാൻസൽ ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പാലോട് ഈ ഇദ്ദേഹത്തിന് ഈ ദുരവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അദ്ദേഹം വീട്ടിൽ നിന്നും അദ്ദേഹത്തിന്റെ ഭാര്യ വരുന്നു, അദ്ദേഹത്തിന്റെ മക്കൾ അദ്ദേഹത്തിന് പിന്തുണയായിട്ട് വരുന്നു, അവർ KSRTC ഒരു ഡിപ്പോയ്ക്കുള്ളിൽ ഇരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഇപ്പോൾ KSRTC ഏത് കാര്യത്തിനും ജീവനക്കാരെ ഈ സസ്പെൻഡ് ചെയ്യുമ്പോൾ ഇല്ലെങ്കിൽ നടപടി എടുക്കുമ്പോൾ അതിന്റെ അവസാനം ഒരു വാക്കുണ്ട്, KSRTCയുടെ സൽപ്പേരിന് കളങ്കം വരുത്തി. അപ്പോൾ ഇവിടെ ആരാണ് ഈ സൽപ്പേരിന് കളങ്കം വരുത്തിയിട്ടുള്ളത്? ഇപ്പൊ ഇവിടെ നമുക്ക് പ്രത്യക്ഷത്തിൽ പറയാം, പാലോട് ഡിപ്പോയിലെ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് അന്ന് ജോലി ചെയ്ത വ്യക്തി, അയാളെ ഒരിക്കൽ കൂടി ഇയാളെ ഊതാൻ അനുവദിച്ചായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരിക്കൽ കൂടി ഇദ്ദേഹം ആ മിഷനിൽ ഊതിയിരുന്നെങ്കിൽ ഈ തർക്കവും പ്രശ്നം ഉണ്ടാവില്ല. പക്ഷെ ഇത് ആര് കാരണമാണ്? എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസിന്റെ സ്ഥാനത്ത് യോഗ്യതയില്ലാത്ത ഒരാളിരിക്കുന്നു എന്ന് വെൽഫെയർ അസോസിയേഷൻ പണ്ട് പോലെ പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഇരുന്നുകൊണ്ട് ഒരു ഉത്തരവ് ഇറക്കുക, കുറച്ച് കഴിഞ്ഞ് ഈ ഉത്തരവ് മാറ്റിക്കളിക്കുക, ഇത് പിള്ളകളിയാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഉത്തരവ് ദുരുപയോഗം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമതൊരു ഉത്തരവ് ഇറക്കി അത് റദ്ദ് ചെയ്യുന്നത്. അപ്പൊ ഒരു 20 മിനിറ്റിന് ശേഷം ഇദ്ദേഹത്തെ വീണ്ടും ഊതിച്ചായിരുന്നെങ്കിലോ? ഇപ്പോൾ മാധ്യമങ്ങളുടെ മുൻപിൽ മുഴുവൻ വന്നു, അദ്ദേഹത്തെ പാലോടുന്ന് ഈ തിരുവനന്തപുരം ചീഫ് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം അദ്ദേഹത്തെ അവിടുന്ന് താക്കീത് ചെയ്ത് പറഞ്ഞയച്ചിരിക്കുന്നു, മാധ്യമങ്ങളോട് മിണ്ടിപ്പോകരുത്. ഒരു ജനാധിപത്യ രാജ്യത്താണ് ജീവിക്കുന്നതെന്ന് ഓർത്തോണ്ട് വേണം ചീഫ് ഓഫീസിൽ ഇരിക്കുന്ന മേലാളന്മാർ ഇതൊക്കെ പറയാൻ. മാധ്യമങ്ങളോട് തന്നെ സംസാരിക്കാൻ മാധ്യമം തന്നെ നമ്മളുണ്ടാക്കും. ആ മാധ്യമങ്ങളോട് സംസാരിച്ച് അവിടെ മലയടിഞ്ഞ് വീഴുവോ? നിങ്ങൾ കാണിച്ചിട്ടുള്ള കൊള്ളരുതായ്മകൾ, നിങ്ങൾ കാണിക്കുന്ന ജനാധിപത്യ വിരുദ്ധമായ കാര്യങ്ങൾ, നിങ്ങൾ കാണിക്കുന്ന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തെ പോലും അവഹേളിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാധ്യമങ്ങളിലൂടെ വിളിച്ചു പറയുന്നതിനകത്ത് എന്താണ് തെറ്റ്? അപ്പോൾ വെൽഫെയർ അസോസിയേഷൻ അതിനൊന്നും പേടിയില്ല കേട്ടോ, അതവിടെ ഇരിക്കുന്നവർക്കറിയാം. അപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്. ആദ്യം ഇറക്കിയ ഉത്തരവ്, മരുന്ന് കഴിച്ചിട്ടുള്ള ജീവനക്കാരനെ BAC ടെസ്റ്റിന് വിധേയമാക്കുമ്പോൾ സ്വീകരിക്കേണ്ട നടപടിക്രമങ്ങൾ എന്ന് പറഞ്ഞ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ വിജിലൻസ് ഇറക്കിയിട്ടുള്ള ആദ്യത്തെ ഉത്തരവ് രണ്ടാമത് ഒരു ഉത്തരവ് ഇറക്കി എന്തിനാണ് ഇല്ലായ്മ ചെയ്തത്? ഇനി ഇത് പ്രശ്നങ്ങളാവും. നിങ്ങൾ ഒരാളെ മാധ്യമങ്ങളുടെ മുമ്പിൽ സംസാരിക്കരുതെന്ന് പറഞ്ഞു വിട്ടിട്ടൊന്നും കാര്യമില്ല. ഇവിടെ ജീവനക്കാരനെ മദ്യപാനിയാക്കി ചിത്രീകരിച്ച് സമൂഹ മധ്യത്തിലേക്ക് പറഞ്ഞയക്കുക. ഇപ്പൊ പാമ്പനാറിലുണ്ടായ അപകടവും നേര്യമംഗലത്തുണ്ടായ അപകടവും ഒക്കെ മദ്യപിച്ചിട്ടാണെന്നാണ് പറയുന്നത്. കാലഹരണപ്പെട്ട വണ്ടി, കാലപ്പഴക്കം ചെന്ന വണ്ടി ജീവനക്കാരന്റെ തലയിൽ കെട്ടി വെച്ചുകൊണ്ട് ആ മരണത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ആളുകളെ, നിരപരാധികളുടെ ജീവൻ എടുത്തുകൊണ്ട് അതിനുശേഷം ജീവനക്കാരെ കുറ്റം പറയുന്ന നിലപാട് സ്വീകരിക്കുന്ന ഒരു മന്ത്രിയും ജീവനക്കാർക്കെതിരെ നടപടി എടുത്തുകൊണ്ട് പുറത്താക്കുവാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരിക്കുന്ന ഒരു MDയും ഈ സ്ഥാപനത്തിൽ നിൽക്കുമ്പോൾ ഇത് സംസാരിക്കേണ്ട ബാധ്യത വെൽഫെയർ അസോസിയേഷൻ ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വാറോലകളെ ഭയക്കാതെ തന്നെ കൃത്യമായി ഞങ്ങൾ പറയുന്നു, ഈ BAC ടെസ്റ്റ് പുനഃപരിശോധിക്കണം. നിങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന ഇതിന്റെ പെർസെന്റേജ് സർക്കാർ അംഗീകരിച്ചിട്ടുള്ള പെർസെന്റേജിലേക്ക് വരണം. നിങ്ങൾ ഈ ബ്രീത്തലൈസർ മിഷൻ മേടിച്ചതിലെ ക്രമക്കേട് അന്വേഷിക്കണം. ഈ പുതിയ മിഷൻ നാട്ടിലില്ലാത്തവരെ ഏതാണ്ട് 60,000 രൂപയ്ക്ക് എടുത്ത് കൊടുത്തിട്ടാണ്, 6,000 രൂപ വരെയുള്ള മിഷൻ 60,000 രൂപ കൊടുത്തിട്ടാണ് ഇത് 100 എണ്ണം വാങ്ങിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ആ മിഷൻ തുടരെ കേടുപാടുണ്ടാകുന്നു. നിരപരാധികൾ ഇതിൽ ഊതിയിട്ട് ആരോട് എതിർക്കുവാനുള്ള ത്രാണിയില്ലാതെ, ഇപ്പൊ ഈ ജയപ്രകാശിനെ പോലുള്ള ഒരു ധീരന്മാരാണ്. കോഴിക്കോട് ഒരു ഡ്രൈവർ ഉണ്ടായിരുന്നു, അദ്ദേഹം ധീരന്മാരാണ്.
അവർ വന്ന് ഇതിനെ പ്രതികരിച്ചപ്പോൾ അവർ കുറ്റവാളി അല്ലാതായി തീരുന്നു. ബാക്കിയുള്ളവർ നിശബ്ദമായി ആ കുറ്റം ശിരസായി ഏറ്റുകൊണ്ട് നിശബ്ദമായി കടന്നു പോകുന്നു, മറ്റു ജില്ലകളിലേക്ക് സ്ഥലമാറ്റം വാങ്ങിക്കുക. അപ്പൊ ഇതിനകത്ത് വേറെ രസം കൂടെ ഉണ്ട്. ഇവിടുത്തെ അംഗീകൃത യൂണിയനുകൾ ഈ കഴിഞ്ഞ അവരുടെ അംഗീകാരം തീരുന്നതിന് തൊട്ടു മുമ്പുള്ള മീറ്റിംഗിൽ കോർപ്പറേഷനോട് പറഞ്ഞത് ഈ ബ്രീത്തലൈസർ ടെസ്റ്റിന് പരാജയപ്പെടുന്നവരെ അതേ ഡിപ്പോയിൽ തന്നെ കയറ്റുന്നു, അത് വേണ്ട, അവരെ അകലങ്ങളിലേക്ക് അടിക്കണമെന്ന് പറഞ്ഞത് ഈ അസോസിയേഷനും BMS-ഉം ഡ്രൈവേഴ്സ് യൂണിയൻ ചേരുന്ന TDF-ഉം കൂടി ചേർന്നാണ് കേട്ടോ. അതിന്റെ തെളിവ് നിങ്ങളെ ഞാൻ കാണിക്കാം. അപ്പോൾ കാരണം ഇവന്മാർ മാനേജ്മെന്റ് കൂട്ടു നിൽക്കുന്ന പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ബ്രീത്തലൈസർ ടെസ്റ്റ് ആ മിഷൻ മേടിച്ചതിന്റെ അഴിമതിയും ഈ കാര്യങ്ങൾ വളരെ കൃത്യമായി പരിശോധിക്കണം. അത് KSRTC വിജിലൻസ് നേരെയുള്ള ത്രാണിയൊന്നും ഇല്ല കേട്ടോ, അതിന് വേറെ പരാതി നമ്മൾ കൊടുത്തോളാം. ഏക്കാലും ഈ വിജിലൻസ് ഓഫീസർ ആദ്യം ഇറക്കിയ ഉത്തരവ് ആ മരുന്ന് കഴിക്കുമ്പോൾ ജീവനക്കാരൻ മരുന്ന് കഴിച്ച ശേഷം ഈ BSc ടെസ്റ്റിന് വിധേയമാക്കപ്പെടുമ്പോൾ ഉള്ള ആ നിലപാടിനെ ആ ഉത്തരവിനെ ഒന്നും കൂടി പുനഃപരിശോധിച്ച് വീണ്ടും സ്ഥാപിക്കണം. റെയിൽവേയിൽ ഇത്തരം ഒരു പ്രശ്നമുണ്ടായപ്പോൾ അവരെങ്ങനെയാണ് അതിനെ നേരിട്ടതെന്നുള്ള രീതി കണ്ടുപിടിക്കണം. ഇത് KSRTC ജീവനക്കാർ ഐക്യമില്ലാത്തവരും ഈ മാനേജ്മെന്റ് താളത്തിന് തുള്ളുന്ന രാഷ്ട്രീയ ട്രേഡ് യൂണിയനുകളെ വെച്ചുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യുന്ന കാലം കഴിഞ്ഞു. ഈ റഫറണ്ടത്തിന് ശേഷം എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതെന്ന് വെൽഫെയർ അസോസിയേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുമെന്നാണ് KSRTC മേലാളന്മാരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്. നന്ദി. Thank you.